ഇപ്പൊ ഈ പൈൽസ് ഫിസ്റ്റുല ഫിഷറൊക്കെ ഉള്ള ആളുകൾ പൊതുവേ പറയും ഇനി അത് മാറില്ല, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട, അതിനോട് പൊരുത്തപ്പെട്ട് അവരെങ്ങനെ ജീവിക്കും. അതൊരു മിത്താണ് ആക്ച്വലി. കുറെ പേര് അങ്ങനെ കരുതാറുണ്ട്. ഇത് അവരെ എത്രത്തോളം ബാധിക്കും? പണ്ടൊക്കെ ട്രീറ്റ്മെന്റിന് വളരെ ചെറിയ ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഓപ്ഷൻ വെച്ചിട്ട് പഴമക്കാരൊക്കെ ഇങ്ങനെ പറയും ഇത് എന്തായാലും ഇതിങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ഇങ്ങനെ സാധനം ചെയ്യുമ്പോൾ ഇത്രയും പെയിൻ ഉണ്ടാവും, 2 മാസം പെയിൻ പിന്നെയും വരുന്നുണ്ട്. ബേസിക്കലി അവരെന്താ വിചാരിക്കുക, ഞാൻ കുറച്ച് ഭക്ഷണത്തിലൊക്കെ ഒന്ന് ക്രമീകരിക്കാം, ഇനി ബ്ലീഡിങ് ആണെങ്കിൽ ബ്ലീഡിങ് മെല്ലെ നിന്നോളും, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഒരു എൻഡ് സ്റ്റേജ് എത്തുമല്ലോ, നമുക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലാണ് നമുക്ക് പിന്നെയും ട്രീറ്റ്മെന്റിന് വരിക. അപ്പൊ 2 കാര്യങ്ങൾ അതിനകത്ത്. ഒന്ന്, അവർ അനുഭവിക്കാനുള്ള വേദനകൾ മുഴുവൻ അനുഭവിച്ചു, ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നു, അവസാനം അവർ സർജറിക്കും വേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യം അവരുടെ മൈൻഡിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവർ പറയാവോ ഇനി വേണ്ട, എനിക്ക് ചികിത്സയെ വേണ്ട, എനിക്ക് ജീവിതം മടുത്തു. അങ്ങനെ കുറെ പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മെഡിസിൻസ് ആയാലും പണ്ടത്തെ മെഡിസിൻസും ഇപ്പോഴത്തെ മെഡിസിൻസും നമ്മൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. മെഡിക്കേഷൻസ് നല്ല പ്രോപ്പർ മെഡിക്കേഷൻസ്, നമുക്ക് ലാക്സേറ്റീവും എല്ലാം ലൂസ് ആവാനുള്ള സിറപ്സ്, പിന്നെ ലേസറിന്റെ ഒരു വരവോടെ നമ്മുടെ ഈ പക്ടോളജി എന്നുള്ള, അതായത് പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് ഭയങ്കരമായിട്ട് ഡോക്ടേഴ്സിനായാലും പേഷ്യൻസിനായാലും ഭയങ്കര ഒരു ഹെൽപ്ഫുൾ, ഭയങ്കര ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഒരു ലിമിറ്റഡ് ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന ഓപ്ഷൻസിൽ നമ്മൾ നിന്നിട്ട് ഇത് ചെയ്യണം. പക്ഷെ ഇപ്പൊ അവർക്ക് വലിയൊരു ഓപ്ഷൻസും അതിന് ബെസ്റ്റ് ഓപ്ഷനായിട്ട് 2-3 കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേ കം ഫോർ ട്രീറ്റ്മെന്റ്. ഈ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യം.